ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വീഡിയോ ഈ വരെ കാണാം. ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ്. ഞാനിപ്പോൾ സ്കൂളിൽ ലീവൊക്കെ കിട്ടിയപ്പോൾ പെരുന്നാൾ ലീവൊക്കെ കിട്ടിയപ്പോൾ പോകുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിൽ കെന്മാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞങ്ങളൊരു റിലേറ്റീവിനെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് എന്തൊക്കെയൊക്കെ സ്പെഷ്യലായി തോന്നി. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാം. ഗൈസ്, ആദ്യം ഇങ്ങോട്ട് വന്നപ്പോൾ ഓൻ്റെ അതേ പ്രായത്തിലുള്ള ഒരാളെ കിട്ടിട്ടോ ഞാൻ കാണിച്ചു തരാം. ബാ ഗൈസ്, ഇതാണ് ആളെ. ക്യൂട്ടായിട്ടുണ്ട്. എന്താ പേര്? എന്താ പേര്? അറിയില്ലേ? പേരില്ലേ? ഇല്ല. അതമ്മേ, എന്താ പണി? കുയ്യത്തേ? ഇതെന്താ ഇവിടെ കുയ്യത്തന്നെ? ഓൾ കളിക്കാനോ? ഗൈസ്, പിന്നെ ഇവിടെ ക്യൂട്ടായിട്ടുള്ള 5 പൂച്ചക്കുട്ടികളുണ്ട് കേട്ടോ. ഗൈസ്, ഞാൻ കാണിച്ചു തരാം. എടുക്കുന്നത് കണ്ടോ ഗൈസ്? അല്ലോ, അതിനങ്ങനെ പിടിക്കണ്ട. ഇനി അവിടെ വെച്ചാലടി പാവാണടി. വേദന ആവൂല ഇതിന്? ഗൈസ്, അതിനെ ഒരു പേടില്ലാതെ എടുക്കുന്നുണ്ട്. ഗൈസ്, ഈ വീട് നിൽക്കുന്നത് റബ്ബർ തോട്ടത്തിലാണ് കേട്ടോ. കാണ്ടൊക്കെ റബ്ബർ തോട്ടമാണ്. അവിടെയൊക്കെ ഫുള്ള് റബ്ബർ തോട്ടമാണ് ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ മാത്രമല്ല അവിടെ പോയി ആ കാണുന്നത് ഒരു ക്രിസ്ത്യൻ പള്ളിയാണ്. പിന്നെ അവിടെ ഒരു വലിയൊരു കുരിശുണ്ട് ആ ഭാഗത്ത്. അത് കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കല് ഇതാണ് ഈ വീടിൻ്റെ വഴിയെന്ന്. പിന്നെ ഇപ്പം അവർക്ക് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു വീട് എടുക്കുന്നുണ്ട്. പിന്നെന്താ പറയാനുള്ള വെച്ചാൽ പിന്നെ ഓലെ വീടിൻ്റെ മുകളിലൊക്കെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടെ തേനീച്ചനെ ഓല് വളർത്തുന്നുണ്ട്. അതൊക്കെ പ്രാവശ്യം ഉണ്ട് ഞാൻ കാണിച്ചു തരുന്നത്. ഫുള്ള് റബ്ബറാണ് അവിടെയൊക്കെ. ആ കാണുന്നതൊക്കെ റബ്ബർ തോട്ടാണ് കേട്ടോ. മുകളിലേക്ക് കയറുമ്പോൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇവിടെ റബ്ബർ ഷീറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ മെഷീനുണ്ട്, കാണിച്ചു തരാം. ഇതാണ് ആ മെഷീന്. പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് എല്ലാവരും കൂടി കുറച്ചൊക്കെ സംസാരിച്ചിരുന്നു. ഇനി നമ്മൾ വല്ല റബ്ബർ തോട്ടത്തേക്ക് കയറാൻ പോവുകയാണ്. ആ വഴി എന്ന് പറയുന്നത് കുറച്ച് അപകടം പിടിച്ച വഴിയാണ്. കുത്തിപ്പിടിച്ച് കയറേണ്ടി വരും. അപ്പോൾ ഞാൻ വഴിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോവാം. ഇതാണ് കേട്ടോ റബ്ബർ തോട്ടം. ഇതിനു മുമ്പ് ഇവിടെ തേനീച്ചനൊക്കെ വളർത്തിയിരുന്നു. ഇപ്പം അതില്ല. ഇപ്പോൾ റെയിനി സീസൺ ആയതുകൊണ്ട് റബ്ബറൊന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ട് ചിരട്ടിയിലൊക്കെ വെള്ളം നിറഞ്ഞു നിന്നിട്ട് നന്നായിട്ട് കൊതുക് അടിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്ന കുയ്യ് മഴക്കുഴിയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുന്നത് ക്ലിയർ ആണില്ല. കണ്ടോ, ഇവിടെ ഒരു കുയ്യുണ്ട്. ഇത് മഴക്കുഴിയാണെന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇവിടെ വലിയൊരു മീൻകുഴിയുണ്ട്, കാണിച്ചത്. ഇതാണ് ആ മീൻകുഴി. ഇവിടെ പാമ്പൊക്കെ വരാറുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. ഇതിൽ തവളൊക്കെ ഉണ്ടായിട്ട്. ഈ കാണുന്നത് ഞാൻ കർണാടകയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇത് നിങ്ങൾ കണ്ടാൽ വിചാരിച്ചത് അടുപ്പാണെന്ന്. പക്ഷെ അടുപ്പല്ല. ഇതുപോലെ ബാത്റൂമിൽ വല്ലൊരു ചെമ്പട്ടി ഉണ്ടാവും ഈ കാണുന്നത് പോലെ. അത് ചൂടാക്കുകയാണ്. ഇതുപോലെ കുളിക്കുമ്പോൾ ഉപയോഗിക്കണതാണ്. നമ്മൾ ബക്കറ്റ് പോലെ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. എനിക്ക് പൂച്ചക്കുട്ടികളെ കണ്ടിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകണം നന്നായിട്ട് പൊതിൻ്റെ. പക്ഷെ കൊണ്ടുപോകാൻ പറ്റൂല. ഞാൻ എങ്ങനെ കൊണ്ടുപോകും? അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ. അടുത്ത കർണാടക വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.